ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മൾ വീണ്ടും ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ കുറേ പദ്ധതികളെക്കുറിച്ചും അതുപോലെ രോഗങ്ങൾ, രോഗകാരികൾ, അതുപോലെ കുറച്ച് കറണ്ട് അഫയേഴ്സുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരുപാട് സമയം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി വേസ്റ്റ് ആക്കണ്ട എന്ന് തോന്നിയതുകൊണ്ടാണ് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ, ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത്. എങ്ങനെയാണ് 5 വയസ്സിന് താഴെയുള്ള ശ്രവണ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. ഇനി ധ്വനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം ഓരോ പദ്ധതികളുടെ പേരാണ്. അപ്പോൾ ധ്വനി പദ്ധതി എന്തിനുള്ളതാണ്? ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ സഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി എന്ന് പറയുന്നത്. കാതോരം പദ്ധതി എന്തിനുള്ളതാണ്? കേൾവിശക്തി പരിമിതർക്ക് ശ്രവണ സഹായ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് കാതോരം പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ പ്രാപ്യം പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷി സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കുന്ന ആംഗ്യ ഭാഷാ പരിശീലന പദ്ധതിയാണ് പ്രാപ്യം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടപ്പിലാക്കുന്ന ആംഗ്യ ഭാഷാ പരിശീലന പദ്ധതിയാണ് പ്രാപ്യം. ഇനി ശ്രവൺ എന്ത് പദ്ധതിയാണ്? കേൾവി പരിമിതി നേരിടുന്നവർക്ക് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡുകൾ വിതരണം ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രവൺ എന്ന് പറയുന്നത്. ഇവയെല്ലാം കേൾവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ഓർത്തുവയ്ക്കുക, കേൾവിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശ്രുതി തരംഗം, ധ്വനി, കാതോരം, പ്രാപ്യം, ശ്രവൺ. പ്രാപ്യം എന്ന് പറയുന്നത് സംസാരശേഷിയും ശ്രവണശേഷിയും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അടുത്തത് ഏത് പദ്ധതിക്ക് പകരമായി നിലവിൽ വന്നതാണ്? VPG റാം പദ്ധതി. ഇതിപ്പോൾ ഈ ഇടക്ക് നിലവിൽ വന്ന പദ്ധതിയാണ്. അത് ഏത് പദ്ധതിക്ക് പകരമായി നിലവിൽ വന്നതാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി നിലവിൽ വന്നതാണ്. ഭൗതിക വെല്ലുവിളി, അതുപോലെ നാഡീ സംബന്ധമായ വൈകല്യങ്ങൾ തുടങ്ങിയവ നേരിടുന്നവർക്ക് രക്ഷിതാക്കളുടെ അഭാവത്തിൽ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? അൻപ് വീട് എന്നുള്ളതാണ്. ഭൗതിക വെല്ലുവിളി, നാഡീ സംബന്ധമായ വൈകല്യങ്ങൾ തുടങ്ങിയവ നേരിടുന്നവർക്ക് രക്ഷിതാക്കളുടെ അഭാവത്തിൽ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് അൻപ് വീട്. ഓപ്പറേഷൻ തൂഫാൻ നമ്മുടെ മൊബൈലുകളിലായാലും TV-കളിലായാലും ഇപ്പം നിറഞ്ഞു നിൽക്കുന്നതാണ് അല്ലേ. ഓപ്പറേഷൻ തൂഫാൻ എന്തിനെതിരെയുള്ള കർമ്മ പരിപാടിയാണ്? മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്ത് എന്ന് പറയുന്നത്? ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഇനി കേരള സർക്കാരിൻ്റെ പ്രോജക്റ്റ് 0 പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അഴിമതി തുടച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് കേരള സർക്കാരിൻ്റെ പ്രോജക്റ്റ് 0 പദ്ധതി. വൃക്ക തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിലെ രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? സമാശ്വാസം പദ്ധതിയാണ്. വൃക്ക തകരാർ സംഭവിച്ചുള്ളവർക്കാണത്. അടുത്തത് സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ രോഗീ സൗഹൃദം ആക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതിയാണ്. വിളർച്ചാമുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? വിവ കേരളം പദ്ധതിയാണ്. വിളർച്ചാമുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് പറയുന്നത്. ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് നൽകുന്ന ബോധവൽക്കരണ പരിപാടി ഏതാണ്? വിമുക്തിയാണ്. സംസ്ഥാന എക്സൈസ് വകുപ്പ് നൽകുന്ന ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി എന്ന് പറയുന്നത്. അടുത്തത് ലഹരിക്ക് അടിമപ്പെട്ട 18 മുതൽ 25 വയസ്സ് പ്രായപരിധിയിലുള്ള യുവാക്കൾക്ക് കൗൺസിലിംഗ്, ചികിത്സ, തൊഴിൽ പരിശീലനം എന്നിവ നൽകുന്നതിന് കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? നേർവഴി പദ്ധതിയാണവ. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണ്?
വിവ കേരളത്തിന്റെ മുദ്രാവാക്യമാണ്. അപ്പോൾ എന്താണ് വിവ കേരളം പദ്ധതി? വിളർച്ചാമുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിവ കേരളം. അപ്പോൾ അതിൻ്റെ മുദ്രാവാക്യം എന്താണ്? വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നതാണ്. കുട്ടികളിൽ ഗുരുതരമായ വൃക്കരോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൃക്കരോഗങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ ഉറപ്പാക്കുന്നതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി ഏതാണ്? പ്രതീക്ഷ പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വൃക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി പഠിച്ചൂലേ, അതെന്താണ്? സമാശ്വാസം 1 ആണ്. അതെന്താണ്? വൃക്ക തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിലെ രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം 1 എന്ന് പറയുന്നത്. ഇത് കുട്ടികളിൽ ഗുരുതരമായ വൃക്കരോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൃക്കരോഗങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ ഉറപ്പാക്കുന്നതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അടുത്തത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? കാരുണ്യയാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉള്ള കേരള സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ് ആണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഭൗതിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നിവ ബാധിച്ചവർക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? നിരാമയ. അപ്പോൾ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാരുണ്യയാണ്. സർക്കാർ ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ആണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഭൗതിക വെല്ലുവിളി, അതുപോലെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നിവ ബാധിച്ചവർക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അനുയാത്രയാണ്. ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വിദ്യാ കിരണമാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി. അപ്പോൾ മാതാപിതാക്കളുടെ മക്കൾക്ക്, ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് വിദ്യാകിരണവും, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി വിദ്യാജ്യോതിയുമാണ്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നിർഭയ നിശ പദ്ധതിയാണ്. സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാതെ എല്ലാ സേവനങ്ങളും ഓൺലൈനായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ IT വകുപ്പ് സജ്ജമാക്കിയ ഏകീകൃത സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോം ഏതാണ്? നമ്മുടെ കേരളം എന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കേരളം പദ്ധതി എന്താണ്? സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാതെ എല്ലാ സേവനങ്ങളും ഓൺലൈനായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായി IT വകുപ്പ് സജ്ജമാക്കിയ ഏകീകൃത സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കേരളം. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപവൽക്കരിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആദ്യത്തെ ചെയർപേഴ്സൺ K. സോമനാഥാണ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാക്കി മാറ്റാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഡിജി കേരളമാണ്. ഇത് തുടക്കം കുറിച്ച ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറയാണ്. അപ്പോൾ കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാക്കി മാറ്റാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഡിജി കേരളം. തുടക്കം കുറിച്ച ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറയാണ്. പ്രകൃതിയെ സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ലക്ഷ്യമിട്ട് ലോക സൗഹൃദ ദിനമായ ഓഗസ്റ്റ് 3-ന് 2025 ഓഗസ്റ്റ് 3-ന് ചങ്ങാതിക്കൊരു തൈ എന്ന പേരിൽ പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിൻ തുടങ്ങിയത് ആരാണ്? ഹരിത കേരളം മിഷനാണ്. ഹരിത കേരളം മിഷൻ്റെ ജനകീയ വൃക്ഷവത്കരണ ക്യാമ്പയിൻ ഏതാണ്? ഒരു തൈ നടാം എന്നതാണ്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും വേണ്ടിയിട്ട് ലോക സൗഹൃദ ദിനമായ 2025 ഓഗസ്റ്റ് 3-ന് ചങ്ങാതിക്കൊരു തൈ എന്ന പേര് പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിൻ നടത്തിയത് ഹരിത കേരളം മിഷൻ തന്നെയാണ്. അപ്പോൾ അതേ ഹരിത കേരളം മിഷൻ്റെ ജനകീയ വൃക്ഷവത്കരണ ക്യാമ്പയിനാണ് ഒരു തൈ നടാം എന്നുള്ളത്. ഗുരുതരമായ രോഗങ്ങൾ നേരിടുന്നവർക്ക് സാന്ത്വന പരിചരണം ഉറപ്പാക്കാനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന സാർവത്രിക പാലിയേറ്റീവ് സേവന പദ്ധതി ഏതാണ്? കേരള കെയർ ആണ്. ഗോത്ര ഭൂരിപക്ഷ ഗ്രാമങ്ങളിലെയും തെരഞ്ഞെടുത്ത ജില്ലകളിലെയും ഗോത്ര കുടുംബങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്?
പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത ഗ്രാം അഭിയാൻ എന്നുള്ളതാണ്. ഗോത്ര ഭൂരിപക്ഷ ഗ്രാമങ്ങളിലെയും തെരഞ്ഞെടുത്ത ജില്ലകളിലെയും ഗോത്ര കുടുംബങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത ഗ്രാം അഭിയാൻ എന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലന്വേഷകരായ യുവജനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കണക്ട് ടു വർക്ക് എന്ന് പറയുന്നത്. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഇഷാങ് സിംഗ് സ്ഥാപിച്ച റെക്കോർഡ് എന്താണ്? പാക് കടലെടുക്ക് നീന്തിക്കടന്ന പ്രായം കുറഞ്ഞ വ്യക്തി എന്നതാണ് 7 വയസ്സ് മാത്രം പ്രായമുള്ള ഇഷാങ് സിംഗ് സ്ഥാപിച്ച റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി മലയാളിയായ സുഹറ സിറാജ് 2026 മെയ്യിൽ കൈവരിച്ച നേട്ടം എന്നാണ്? എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്നതാണ്. മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ സൈക്കിളിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതാരാണ്? ദിവ്യ സിംഗ് ആണ്. നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി നിയമിതയായ ആദ്യത്തെ അരുണാചൽ പ്രദേശ് സ്വദേശി ആരാണ്? ഡോക്ടർ ജോറം അനിയയാണ്. പശ്ചിമ ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? സുവേന്ദു അധികാരി എന്ന് പറയുന്നത്. 2026 അന്തർദേശീയ വനിതാ ദിനാചരണത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഗിവ് ടു ഗെയിൻ എന്നതാണ് 2026 അന്തർദേശീയ വനിതാ ദിനാചരണത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2025 നവംബർ 1 എപ്പോഴാണ്? 2025 നവംബർ 1 2026 മെയ് മാസത്തിൽ ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യനാണ്. ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായത് NS രാജസുബ്രഹ്മണ്യനാണ്. 2026 മെയ് മാസത്തിൽ ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയായി നിയമിതനായത് ആരാണ്? വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. ഇനി നമുക്ക് കുറച്ച് ജീവകങ്ങൾ, അതുപോലെ അപര്യാപ്തത രോഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് ബയോളജിയിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ നോക്കാം. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? തയാമിനാണ് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം. ജീവകങ്ങളുടെ അപര്യാപ്തത രോഗങ്ങൾ നോക്കാം. തയാമിന്റെ അപര്യാപ്തത രോഗമാണ് ബെറിബറി. റൈബോഫ്ലാവിന്റെ അപര്യാപ്തത രോഗമാണ് ആംഗുലാർ സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. നിയാസിന്റെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ഫോളിക് ആസിഡിന്റെ അപര്യാപ്തത രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പോൾ റൈബോഫ്ലാവിന്റെയാണ് ആംഗുലാർ സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി ജീവിതശൈലി രോഗമായ പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാത്ത അവസ്ഥയിൽ ഏത് അവയവത്തിന് സംഭവിക്കുന്ന വൈകല്യമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്? അത് കണ്ണുകൾക്കാണ് സംഭവിക്കുന്നത്. മനുഷ്യരിലെ പാരമ്പര്യ രോഗങ്ങൾക്ക് ഉദാഹരണം ഏതെല്ലാമാണ്? ടണൽ സിൻഡ്രോം, ഹീമോഫീലിയ, വർണ്ണാന്ധത എന്നിവയാണ്. പെരിയോഡോൺടൈറ്റിസ് ശരീരത്തെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? വായയെ ബാധിക്കുന്ന രോഗമാണ് പെരിയോഡോൺടൈറ്റിസ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് രോഗങ്ങളും രോഗകാരികളും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. നമുക്ക് ആദ്യം ആരോഗ്യത്തെ ലോകാരോഗ്യ സംഘടന എങ്ങനെയാണ് നിർവചിച്ചത് എന്ന് നോക്കാം. ആരോഗ്യം പൂർണ്ണമായ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തിൻ്റെ അവസ്ഥയാണ്. രോഗത്തിൻ്റെയോ ബലഹീനതയുടെയോ അഭാവം മാത്രമല്ല എന്നാണ് ഇതിനെ നിർവചിച്ചത്? ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചത്. ഇനി നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജനിതക വൈകല്യങ്ങൾ, അതുപോലെ രോഗാണുബാധ, ജീവിതശൈലികൾ എന്നിവയൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ രോഗങ്ങളെ തന്നെ പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളെന്നും നമുക്ക് പറയാം. പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. അതുപോലെ രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ എന്നിവയെല്ലാം. ഇനി എന്താണ് എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ? എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതാണ് എപ്പിഡമിക്.
അപ്പോൾ എൻഡമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറാൻ കഴിയാത്തതുമായ രോഗങ്ങളാണ് എൻഡമിക് രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിഡമിക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നത്, എൻഡമിക് എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്ത രോഗങ്ങളാണ്. ഇനി എന്താണ് പാൻഡമിക് എന്ന് പറയുന്നത്? പാൻഡമിക് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുത്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കോ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കോ അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക് എന്ന് പറയുന്നത്. ഇനി എന്താണ് എപ്പിസ്യൂട്ടിക് എന്ന് പറയുന്നത്? മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എപ്പിസ്യൂട്ടിക് എന്ന് പറയുന്നത്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എപ്പിസ്യൂട്ടിക് എന്ന് പറയുന്നത്. ഇനി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സൂണോസിസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എൻഡമിക് എന്ന് പറഞ്ഞാൽ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പടർന്നു പിടിക്കുന്നത്, എൻഡമിക് എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് സമൂഹത്തിലുള്ളത് പൂർണ്ണമായി തുടച്ചു മാറ്റാൻ പറ്റാത്തതും, പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കൊറോണ വയ്ക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും, രാജ്യത്തു നിന്ന് രാജ്യത്തേക്കും ഭൂഖണ്ഡത്തിൽ നിന്ന് ഭൂഖണ്ഡത്തേക്കും. ഇനി സൂണോസിസ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ. ഇനി എപ്പിസ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എപ്പിസ്യൂട്ടിക് എന്ന് പറയുന്നത്. ഇനി ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ടാണ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പക്ഷാഘാതവും എല്ലാം വരുന്നത്. അപ്പം ഇതിന് ഒരു രോഗം വരുമ്പോൾ അതിൽ രോഗകാരികളൊക്കെ ആയിട്ട് ആരെല്ലാം വരാം? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, വീര, അതുപോലെ ജീവികൾ എല്ലാം തന്നെ എന്ത് വരാം? രോഗകാരികളായിട്ട് വരാൻ പറ്റും. ഇനി ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ബാക്ടീരിയ രോഗങ്ങളാണ്. നമുക്ക് കുറച്ച് ബാക്ടീരിയ രോഗങ്ങളുടെ പേരാദ്യം നോക്കാം. എലിപ്പനി, ഡിപ്തീരിയ, കോളറ, ക്ഷയം, കുഷ്ഠം, സന്നിപാത ജ്വരം, ന്യൂമോണിയ, ടെറ്റനസ്, ഗൊണേറിയ, സിഫിലിസ് എന്നിവയെല്ലാം ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? എലിപ്പനി, ഡിപ്തീരിയ, കോളറ, ക്ഷയം, കുഷ്ഠം, സന്നിപാത ജ്വരം, ന്യൂമോണിയ, ടെറ്റനസ്, ഗൊണോറിയ, സിഫിലിസ് എന്നിവയെല്ലാം ബാക്ടീരിയ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ സന്നിപാത ജ്വരത്തിന് കാരണമായ സൂക്ഷ്മജീവിയാണ് എന്തെന്ന് പറയുന്നത്? ബാക്ടീരിയ എന്ന് പറയുന്നത്. അതുപോലെ ടൈഫോയിഡിന് കാരണമാകുന്ന രോഗകാരിയായ ബാക്ടീരിയ ഏതാണ് എന്ന് ചോദിച്ചാൽ സാൽമോണല്ല ടൈഫിയാണ്. ടൈഫോയിഡ്. അപ്പോൾ അത് ബാക്ടീരിയ രോഗമാണ്, ടൈഫോയിഡ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ടൈഫോയിഡിന് കാരണമായ രോഗകാരിയായ ബാക്ടീരിയമാണ് സാൽമോണല്ല ടൈഫി എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് മലിനീകരിക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയുമാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് അവ ചെറുകുടലിലേക്കും അവിടെ നിന്ന് രക്തത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്കും പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന കടുത്ത പനി, ക്ഷീണം, തലവേദന, വയറുവേദന, വിശപ്പില്ലായ്മ എന്നിവയെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണം. മലബന്ധം എന്നിവയെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രോഗം നമ്മൾ പറഞ്ഞു കുടലിലൂടെയും പിന്നീട് രക്തത്തിലൂടെയാണ് ബാക്കിയുള്ളവർക്ക് പകരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് കൂടുതലായി എന്ന് പറഞ്ഞാൽ മൂർച്ഛിക്കുമ്പോൾ എന്താവും? കുടലിൽ ദ്വാരങ്ങൾ ഉണ്ടാവുകയും രോഗികൾക്ക് മരണം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി ഈ ടൈഫോയിഡ് രോഗം സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്ത് ടെസ്റ്റാണ്? വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ന്യൂമോണിയയ്ക്ക് കാരണമായ ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നിവയെ. അപ്പോൾ ന്യൂമോണിയയ്ക്ക് കാരണമായ ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നിവയെല്ലാം. അപ്പോൾ ഈ ന്യൂമോണിയ ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? നമ്മുടെ ശ്വാസകോശത്തിലെ വായു അറകളെയാണ് ഈ ബാക്ടീരിയ അല്ലെ ഈ സൂക്ഷ്മജീവി എന്ത് ചെയ്യുന്നത്? ബാധിക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് അണുബാധ ഉണ്ടാവുകയും വായു അറകൾ ദ്രവത്താൽ നിറയുകയും കഠിനമായ ശ്വസന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പനി, വിറയൽ, ചുമ, തലവേദന എന്നിവയെല്ലാമാണ് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇത് മൂർജിച്ച് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടുകളും കൈവിരലുകളും നഖങ്ങളും ചാരനിറത്തിൽ നിന്ന് എന്ത് നിറത്തിലേക്ക് മാറും? നീല നിറത്തിലേക്ക് മാറുകയുണ്ടാവും. രോഗിയായ ഒരു വ്യക്തിയിൽ നിന്ന് സ്വതന്ത്രമാകുന്ന സ്രവങ്ങളോ കണികകളോ ശ്വസിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ രോഗി ഉപയോഗിച്ച ഗ്ലാസുകളോ പാത്രങ്ങളോ പങ്കുവെക്കുന്നത് മൂലമോ ആരോഗ്യവാനായ ഒരു വ്യക്തിക്കും എന്ത് വരും? ഈ ന്യൂമോണിയ വരും. ഇനി അതുപോലെ മറ്റൊരു രോഗമാണ് ഡിപ്തീരിയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ടൈഫോയിഡ് നോക്കി, പിന്നെ ന്യൂമോണിയ നോക്കി. അടുത്തൊരു രോഗമാണ് ഡിപ്തീരിയ എന്ന് പറയുന്നത്. ഈ ഡിപ്തീരിയക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് എന്ന് പറയുന്നത്? കോറിനി ബാക്ടീരിയം ഡിപ്തീരിയെ എന്ന് പറയുന്നത്. ഇത് ചുമ, തുമ്മൽ എന്നിവയിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ് ഡിപ്തീരിയ എന്ന് പറയുന്നത്. ഈ ഡിപ്തീരിയയെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തൊണ്ടമുള്ള് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ തൊണ്ട, അതുപോലെ മൂക്ക് എന്നിവിടങ്ങളെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിപ്തീരിയ എന്ന് പറയുന്നത്. ഈ ഡിപ്തീരിയയുടെ ലക്ഷണങ്ങളാണ് പനി, തൊണ്ടവേദന, കഴുത്തിലെ അതുപോലെ ലിംഫ് ഗ്രന്ഥികളിലുള്ള വീക്കം എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണമാണ്. ഇത് ടോക്സിനുകളാൽ നശിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവയും തകരാറിലാക്കുകയും പിന്നീട് മരണം വരെ സംഭവിക്കുകയും ചെയ്യും. എന്തില്? ഡിഫ്തീരിയയിൽ. അതുപോലെ അടുത്ത് നമ്മൾ പറഞ്ഞ ഒരു രോഗം ഏതാണ്? എലിപ്പനിയാണ് അടുത്ത പറഞ്ഞ രോഗം എന്ന് പറയുന്നത്. നമുക്കറിയാലേ എലിപ്പനി എങ്ങനെയാണ് വരുന്നത്? ഈ എലികളുടെയും മൂത്രത്തിലൂടെയും മറ്റും ഈ ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും അതുപോലെ ഈർപ്പമുള്ളവിടെയൊക്കെ വന്നിട്ടാണ് പകരുന്നത്? ഈ എലിപ്പനി പകരുന്നത്. ഇതിൻ്റെ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ മുറിവുകളിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ബാക്ടീരിയ പ്രവേശിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ, ചില വിഷപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലെത്തി എന്നതിൻ്റെ ലക്ഷണമാണ് ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവയെല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തുന്നതോടെ തന്നെ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുകയും ചെയ്യും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? എലിപ്പനി എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതുപോലെ ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത്? ക്ഷയം എന്ന് പറയുന്നത്. ഈ ക്ഷയത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. ഈ TB ഒക്കെ വന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുക? ചുമയായിരിക്കുക അല്ലെ? അവരൊക്കെ വളരെ മെലിഞ്ഞിട്ടാണ് കാണപ്പെടുക, അവർക്ക് വളരെ ക്ഷീണമുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ രോഗം എങ്ങനെയാണ് പകരുന്നത് എന്ന് ചോദിച്ചാൽ രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ സംസാരിക്കുമ്പോഴൊക്കെ ഈ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നതിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ഇത് കൂടുതലായിട്ടും എന്നല്ല, ഇത് മുഖ്യമായും നമ്മളെ ബാധിക്കുന്ന അവയവം എന്ന് പറയുന്നത് ശ്വാസകോശത്തെയാണ് ഇത് ബാധിക്കുന്നത്. ഈ ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്ഷയരോഗമാണ് പൾമണറി ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. എന്താണ് പൾമണറി ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്? അപ്പോൾ ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ശ്വാസകോശത്തിലെ ആണ്. അതിനുശേഷം പിന്നീട് അതെന്താവും? വൃക്ക, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയിലേക്കും ഇത് ബാധിക്കും. ഈ ക്ഷയത്തിനെതിരെയുള്ള വാക്സിനാണ് ബാസിലസ് കാൽമെറ്റ് ഗ്യൂറിൻ എന്ന് പറയുന്നത്. BCG എന്ന് പറയുന്നത്. ഇതിനെതിരെ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ആണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത്. ഈ ക്ഷയരോഗത്തിന് ചികിത്സ നൽകുന്ന രീതിയാണ് ഡോട്ട്സ് ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷയമായിട്ട് BCG, സ്ട്രെപ്റ്റോമൈസിൻ, അതുപോലെ ഡോട്ട് ചികിത്സ ഓർത്ത് വെക്കുക. ഇപ്പോൾ ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നതാണ് ഡോട്ട്സ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഈ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ക്ഷയ രോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോക്ക് ആണ്.
അപ്പോൾ ലോക ക്ഷയരോഗ ദിനം എന്ന് പറയുന്നത് മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. അതുപോലെയാണ് അടുത്തൊരു രോഗമാണ് എന്തെന്ന് പറയുന്നത് ടെറ്റനസ് എന്ന് പറയുന്നത്. ഈ ടെറ്റനസിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്നത്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്നറിയുന്നത് ഈ ലോക്ജ രോഗം എന്നറിയപ്പെടുന്നതും ഈ ടെറ്റനസ് തന്നെയാണ്. പനി, താടിയെല്ല് നെരുങ്ങല്, പേശി വലിവ്, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്നിവയെല്ലാമാണ് ഈ ടെറ്റനസിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ടെറ്റനസ് ഉണ്ട് എന്നറിയാനുള്ള ക്ലിനിക്കൽ പരിശോധനയാണ് സ്പാറ്റുല ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്പാറ്റുല ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്തൊരു രോഗമാണ് കുഷ്ഠം എന്ന് പറയുന്നത്. അടുത്തൊരു ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ് ഇതിന് കാരണമാവുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇതിനെ കണ്ടെത്തിയത് ആരാണ്? GHA ഹാൻസൺ ആണ് ഇതിനെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഹാൻസൻസ് രോഗം എന്നും എന്തറിയപ്പെടുന്നത് കുഷ്ഠരോഗം അറിയപ്പെടുന്നു. ഇത് ശ്വാസനാളത്തിന്റെ മേൽഭാഗത്തെ ഉപരിതല നാഡികളെയും ശ്ലേഷ്മ പടലത്തെയും ബാധിക്കുന്ന രോഗമാണിത്. ഇതിന്റെ ബാഹ്യ ലക്ഷണം എന്ന് പറയുന്നത് ചർമ്മത്തിലെ ക്ഷതങ്ങളാണ്. ലോക കുഷ്ഠരോഗ ദിനം എന്ന് പറയുന്നത് ജനുവരിയിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ഇനി അടുത്തത് കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? വിബ്രിയോ കോളറയാണ് കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. കോളറ എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലിൽ ഉണ്ടാകുന്ന ഒരു അണുബാധയാണ് കോളറ എന്ന് പറയുന്നത്. അതുപോലെ വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്നത്. ബോർഡറ്റെല്ല പെർട്ടൂസിസ്, അതായത് പെർട്ടൂസിസ് എന്ന് പറഞ്ഞാലും വില്ലൻ ചുമ എന്ന് പറഞ്ഞാലും അതൊന്നാണ്. 100 ദിവസത്തെ ചുമ എന്നറിയപ്പെടുന്നതും ഈ വില്ലൻ ചുമയാണ്. ഇനി പ്ലേഗിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? യെർസിനിയ പെസ്റ്റിസ് ആണ് പ്ലേഗിന് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ പ്ലേഗിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പനിയും തലവേദനയും എല്ലാമാണ്. ഈ പ്ലേഗിന് ബ്യൂബോണിക് പ്ലേഗ്, സെപ്റ്റിസെമിക് പ്ലേഗ് എന്നിവയെല്ലാം ഉണ്ട്. അത് വേറെ. ഓക്കെ. ഇനി ലൈംഗിക രോഗമായ സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ട്രിപ്പോണിമ പാലിഡം ആണ് സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. അതുപോലെ ഗൊണേറിയ എന്ന് പറയുന്നതും ഒരു ലൈംഗിക രോഗം തന്നെയാണ്. അതിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് നെയ്സീറിയ ഗൊണേറിയ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ലൈംഗിക രോഗം തന്നെയാണ് ക്ലാമിഡിയാസിസ് എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് ക്ലാമിഡിയ ട്രക്കോമാറ്റിസ് എന്ന് പറയുന്നത്. അടുത്തത് വൈറസ് രോഗങ്ങളാണ്. നമുക്ക് ആദ്യം കുറച്ച് വൈറസ് രോഗങ്ങൾ നോക്കാം. നിപ്പ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, ജലദോഷം, ഹാൻഡ്, ഫുട്ട് ആൻഡ് മൗത്ത് രോഗം, അതുപോലെ കൊറോണ വൈറസ്, റുബല്ല, വസൂരി, മുണ്ടിനീര്, പോളിയോമൈലൈറ്റിസ്, ചിക്കൻ ബോക്സ്, പകർച്ചപ്പനി, പേവിഷബാധ, ജെൻറ്റൽ ഹെർപ്പിസ്, അഞ്ചാം പനി എന്നിവയെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? വൈറസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ വൈറസിന്റെ ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ അല്ലെങ്കിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ഘടനയാണ് എന്തിനുള്ളത്? വൈറസിന് ഉള്ളത്. ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് എങ്ങനെയാണ് പെരുകുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞാൽ സാധാരണയുള്ള ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ വൈറസുകൾ എന്ത് ചെയ്യുന്നത്? പെരുകുന്നത്. ഈ വൈറസ് മനുഷ്യന്മാരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റ് ജന്തുജാലങ്ങളെയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇവ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ജലദോഷത്തെ ബാധിക്കുന്ന വൈറസ് ഏതാണ്? റൈനോ വൈറസ് ആണ് ജലദോഷത്തെ ബാധിക്കുന്ന വൈറസ് എന്ന് പറയുന്നത്. ഇനി ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഡെങ്കി വൈറസ് ആണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് എന്ന് പറയുന്നത്. ഈ ഡെങ്കി വൈറസ് എന്ന് പറയുന്നത് ഫ്ലാവി വൈറസ് ഫാമിലിയിലെ ഒരു RNA വൈറസ് ആണ് ഡെങ്കി വൈറസ് എന്ന് പറയുന്നത്. കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും മന്തും മലമ്പനിയും ഒക്കെ. അപ്പോൾ നമ്മൾ ചിക്കൻ ഗുനിയൊക്കെ എന്തിൽ പെടുന്നതാണെന്ന് പറഞ്ഞു? വൈറസ് രോഗങ്ങളിൽ പെടുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകാണ് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു രോഗമാണ് എന്തെന്ന് പറയുന്നത്? ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത്. ഇത് പരത്തുന്ന വൈറസ് എന്ന് പറയുന്നത് ചിക്കൻ ഗുനിയ വൈറസ് ആണ്. ഇത് പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്തിയും ഈഡിപ്സ് അലബോപ്റ്റുസുമാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന് കാരണമാകുന്നതും എന്താണ്? അതും ഒരു വൈറസ് തന്നെയാണ്.
മറ്റൊരു വൈറസ് രോഗമാണ് എന്തെന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണമായി വരുന്നത് കരളിനുണ്ടാവുന്ന വീക്കമാണ്. ഇതിൻ്റെ ബാഹ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശ്ലേഷ്മ സ്തരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലുമുള്ള കടും മഞ്ഞ നിറമാണ്. ഈ ഹെപ്പറ്റൈറ്റിസിനെ തന്നെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി എന്നിങ്ങനെ തരംതിരിക്കാം. ഇതിൽ എ പകരുന്നത് മലിനമായ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ്. ബി പകരുന്നത് ശരീരദ്രവങ്ങളിലൂടെയാണ്. സി പകരുന്നത് രക്തസമ്പർക്കത്തിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് സി പകരുന്നത്. അതുപോലെ അടുത്തൊരു രോഗമാണ് എന്തെന്ന് പറയുന്നത് HIV എന്ന് പറയുന്നത്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് എന്ത് ചെയ്യുന്നത് പകരുന്നത്. നമ്മുടെ ശരീരത്തിലെ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുകയാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലൊരു രോഗമാണ് റുബെല്ല എന്ന് പറയുന്നത്. റുബെല്ലയുടെ രോഗകാരി ഏതാണ്? റുബെല്ല വൈറസ് ആണ്. അതുപോലെ വസൂരി രോഗത്തിൻ്റെ രോഗകാരിയാണ് വെരിയോള വൈറസ് എന്ന് പറയുന്നത്. അതുപോലെ പോളിയോ മെലൈറ്റിസ് അതിൻ്റെ രോഗകാരിയാണ് പോളിയോ വൈറസ്. ചിക്കൻ ബോക്സിൻ്റെ രോഗകാരിയാണ് വെരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്നത്. ഈ പേവിഷബാധയുടെ രോഗകാരിയാണ് റാബിസ് വൈറസ് എന്ന് പറയുന്നത്. ജെനിറ്റൽ ഹെർപ്പിസിൻ്റെ രോഗകാരിയാണ് ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് 2 എന്ന് പറയുന്നത്. പകർച്ചപ്പനിയുടെ രോഗകാരിയാണ് ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുന്നത്. അഞ്ചാമനിയുടെ രോഗകാരിയാണ് മീസിൽസ് വൈറസും റൂബിയോള വൈറസും. മുണ്ടിനീരുടെ രോഗകാരിയാണ് മംസ് വൈറസ് എന്ന് പറയുന്നത്. നമ്മൾ വൈറസ് രോഗങ്ങളുടെ ഒരു ക്ലാസ് പ്രത്യേകം എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഷോർട്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർമ്മ നിൽക്കാൻ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി അടുത്ത ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത് നിപ്പ എന്ന് പറയുന്നത്. ഇപ്പം ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് കോഴിക്കോടാണ്. ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളിലാണ്. അടുത്തൊരു രോഗമാണ് സിക്ക വൈറസ് എന്ന് പറയുന്നത്. അത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അഹമ്മദാബാദിലാണ്. കേരളത്തിൽ ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരത്തിലാണ്. മറ്റൊരു രോഗമാണ് കൊറോണ വൈറസ് എന്ന് പറയുന്നത്. കൊറോണയാണ് മറ്റൊരു വൈറസ് രോഗം എന്ന് പറയുന്നത്. ഈ കോവിഡ് പ്രതിരോധിക്കാനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവിഷീൽഡ്. കോവിഷീൽഡ് വികസിപ്പിച്ചെടുത്തത് ഓക്സ്ഫോർഡ് സർവകലാശാലയാണ്. അടുത്തതാണ് ഫംഗസ് രോഗങ്ങൾ. മറ്റൊരു രോഗമാണ് എന്തെന്ന് പറയുന്നത് ഫംഗസ് രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഫംഗസ് രോഗങ്ങൾ കുറച്ച് ഫംഗസ് രോഗങ്ങൾ നമുക്ക് നോക്കാം. വട്ടച്ചൊറി, അറ്റ്ലസ് ഫ്രൂട്ട്, ചുണങ്ങ് എന്നിവയൊക്കെയാണ് ഫംഗസ് രോഗങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. ഫംഗസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാലോ, ഒരുതരം പൂപ്പലുകളിൽ നമ്മൾ എന്തെന്ന് പറയും ഫംഗസ് എന്ന് പറയും. അപ്പോൾ പൂപ്പലുകളിൽ ഉൾപ്പെടുന്ന വിഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഫംഗസ് എന്ന് പറയുന്നത്. ഈ ഫംഗസ് ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് എന്തിന് കാരണമാകുന്നത് അസുഖങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ വട്ടച്ചൊരി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിന്നിൽ കാണുന്ന രോഗമാണല്ലേ. അപ്പോൾ ഈ ഫംഗസ് നമ്മുടെ തൊലിപ്പുറത്തുണ്ടാക്കുന്നത് രോഗമാണ് എന്തെന്ന് പറയുന്നത് വട്ടച്ചൊറി എന്ന് പറയുന്നത്. ഇത് പകരുന്നത് സ്പർശനത്തിലൂടെയും അതുപോലെ സമ്പർക്കത്തിലൂടെയൊക്കെയാണ് ഇവ പകരുന്നത്. ഇതിന് കാരണമാകുന്ന ഫംഗസുകളാണ് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോണ്, എപ്പിഡെർമോഫൈറ്റോണ് എന്നിവയെല്ലാം. അതുപോലെ കാലുകളിലുണ്ടാകുന്ന രോഗമാണ് അറ്റ്ലസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് എന്താക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചോർച്ചിലുണ്ടാകുന്ന ചുവന്ന ശിൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുകയാണ്, നമ്മുടെ കാലുകളിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇത് വരുന്നത് മലിനജലവും മണ്ണുമായിട്ടുള്ള സമ്പർക്കം മൂലമാണ് നമ്മുടെ കാലിൽ ഈ അറ്റ്ലസ് ഫ്രൂട്ട് വരുന്നത്. അടുത്തതാണ് പ്രോട്ടോസോവ രോഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത പ്രോട്ടോസോവ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. പ്രോട്ടോസോവ രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി, അമീബിയാസിസ് എന്നിവ. ഏതൊക്കെയാണ് പ്രോട്ടോസോവ രോഗത്തിന് ഉദാഹരണം? മലമ്പനിയും അമീബിയാസിസുമാണ് അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത്. ഈ ഏകകോശ യൂക്കാരിയോട്ടുകളാണ് എന്തെന്ന് പറയുന്നത് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. അപ്പോൾ മലമ്പനിക്ക് കാരണമായ രോഗകാരിയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഏറ്റവും മാരകകരമാവുന്ന മലമ്പനിക്ക് കാരണമാവുന്ന പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ് പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലമ്പനിക്ക് കാരണമാകുന്ന കൊതുക് ഏതാണ്? അനോഫിലിസ് പെൺകൊതുകാണ് ഇതിന് കാരണമാകുന്നത്. ഇതിന്റെ ലക്ഷണമാണ് വിറയലോട് കൂടിയ പനി, അമിത വിയർപ്പ് എന്നിവയെല്ലാം.
മനുഷ്യന്റെ വൻകുടലിൽ കാണപ്പെടുന്ന പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത്. അടുത്തതാണ് വിരകൾ ഉണ്ടാക്കുന്ന രോഗം എന്ന് പറയുന്നത്. നമ്മൾ ഈ രോഗങ്ങളുടെയൊക്കെ ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതി വെച്ച് പറഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമാവും. അതാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാൽ മതിയാവും. വിരജന്യ രോഗത്തിന് ഉദാഹരണമാണ് മന്തും അസ്കാരിയാസിസും. ഈ അസ്കാരിയാസിസ് അതിനെയാണ് വിരശല്യം എന്ന് പറയുക. അതിന് കാരണമാവുന്ന വിരയാണ് അസ്കാരിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണമാണ് ആന്തരിക രക്തസ്രാവം, പേശീവേദന, പനി, വിളർച്ച, കുടൽപാലുകളിലെ തടസ്സങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണമാണ്. മന്ത് രോഗം പറഞ്ഞു അല്ലെ. കാലുകളിലെ ലിംഫാഹികളിൽ വുഗറേറിയ എന്ന ഫൈലേറിയൻ വിരകൾ കാരണം വീക്കം കാണപ്പെടുന്നു. ഈ കാണപ്പെടുന്ന രോഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മന്ത് എന്ന് പറയുന്നത്. ഇത് ക്യൂലെക്സ് പെൺ കൊതുകുകളിലൂടെയാണ് ഇത് പകരുന്നത്. ഇനി അടുത്ത നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം, പേവിഷബാധ, സ്ട്രോക്ക്, അന്യൂറിസം എന്നിവയെല്ലാമാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. എന്തിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിപ്തീരിയ, വില്ലൻ ചുമ ഇവയെല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ചോദിച്ചാൽ കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോമൈലൈറ്റിസ് എന്നിവയെല്ലാം ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കുഷ്ഠം, എബോള എന്നിവയെല്ലാം സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി ഇതിൽ തന്നെ ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ് എന്നിവയെല്ലാം ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങൾ ചോദിക്കുകയാണ് പറഞ്ഞാൽ പന്നിപ്പനി, പക്ഷിപ്പനി, മാൾട്ടാപ്പനി, കോങ്കോ പനി, നിപ്പ, എബോള എന്നിവയെല്ലാം മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങൾ ചോദിച്ചാൽ മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, ജപ്പാൻ ജ്വരം എന്നിവയെല്ലാം കൊതുക് പരത്തുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. നമ്മൾ ജീവകങ്ങൾ പഠിച്ചപ്പോൾ അതിന്റെ രാസനാമങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോവാം. ജീവകം എയുടെ രാസനാമമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. ജീവകം ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോള്. ജീവകം B1ന്റെ രാസനാമമാണ് തയാമിൻ. ജീവകം B2യുടെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. ജീവകം B3യുടെ രാസനാമമാണ് നിയാസിൻ. ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്. ജീവകം B6 പിരിഡോക്സിൻ. ജീവകം B7 ബയോട്ടിൻ. B12 സയനോകൊബാലമൈൻ. ജീവകം D കാൽസിഫെറോൾ. ജീവകം C അസ്കോർബിക് ആസിഡ്. ജീവകം K ഫില്ലോക്വിനോൺ എന്നിവയാണ് വിറ്റമിൻസും അതിൻ്റെ രാസനാമങ്ങളും എന്ന് പറയുന്നത്. ഇപ്പോൾ പകരുന്ന രോഗങ്ങൾ പോലെ തന്നെ പകരാത്ത രോഗങ്ങളുണ്ടല്ലേ. അങ്ങനത്തെ രോഗങ്ങൾ ഏതൊക്കെയാണ്? ജനിതകപരവും തൊഴിൽജന്യം, ജീവിതശൈലി രോഗം, പോഷകങ്ങളുടെ അപര്യാപ്തത മൂലമുള്ള രോഗം അവയൊന്നും എന്ത് ചെയ്യില്ല? പകരുകയില്ല. ഇനി ഈ ജനിതക രോഗങ്ങൾക്ക് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുള്ള തകരാറ് മൂലമാണ് എന്തുണ്ടാവുന്നത്? ജനിതക രോഗങ്ങൾ ഉണ്ടാവുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ജനിതക രോഗമായതിനാൽ തന്നെ ഇതെന്താണ്? ഇതിന് പൂർണ്ണമായും ഒരു ചികിത്സ ഇല്ല എന്നതാണ് സത്യം. അതുപോലെ മറ്റൊരു രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. മറ്റൊരു ജനിതക രോഗമാണ്. ഈ രോഗത്തിന് കാരണം എന്ന് പറയുന്നത് ക്രോമസോം നമ്പർ 11 ക്രോമസോം നമ്പർ 11ന്റെ ജീനിന്റെ തകരാറാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ രോഗം ബാധിച്ച രോഗികളിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞാൽ അരുണ രക്താണുക്കളുടെ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു. അതുപോലെ അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ അരിവാൾ രോഗം എന്നും അറിയപ്പെടുന്നുണ്ട്. അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹക ശേഷി കുറയുന്നു. അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി ക്യാൻസർ, മറ്റൊരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്?
അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് എന്ത് എന്ന് പറയുന്നത്? കോശങ്ങൾ എന്ന് പറയുന്നത്. ഒരു ത്വക്ക് ക്യാൻസർ ആണ് എന്ത് എന്ന് പറയുന്നത്? മെലനോമ എന്ന് പറയുന്നത്. ഇത് ക്രോമസോം നമ്പർ 9 എന്ന ജീനിന്റെ തകരാറ് മൂലമാണ് സംഭവിക്കുന്നത്. ഇനി തൊഴിൽജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ന്യൂമോകോണിയോസിസ്. ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് തൊഴിൽജന്യ രോഗത്തിന് ഒരു ഉദാഹരണമാണ്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കാണ് ഈ രോഗം വരുന്നത്. അതുപോലെ സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും കോറി, മൺപാത്ര നിർമ്മാണം, സെറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. അതുപോലെ ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കാണ് ആസ്ബറ്റോസിസ് ഉണ്ടാവുന്നത്. ഇനി ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അനാരോഗ്യകരമായ ജീവിത രീതി കാരണം നമുക്ക് വരുന്ന രോഗങ്ങളാണല്ലോ. അത് നമ്മുടെ ഭക്ഷണ രീതികളിലുണ്ടായിരുന്ന മാറ്റം, വ്യായാമം ചെയ്യായിക, മാനസിക സംഘർഷം, പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം, ഇവയെല്ലാം കൊണ്ടാണ് നമുക്ക് എന്ത് രോഗം വരുന്നത്? ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്. ഒരു ജീവിതശൈലി രോഗമാണ്. ടൈപ്പ് 2 പ്രമേഹമാണ്. വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ പ്രയോഗവും മൂലം എന്ന് നമുക്ക് മാറ്റാൻ പറ്റും. ഈ ടൈപ്പ് 2 പ്രമേഹം മാറ്റാൻ പറ്റും. അതുപോലെ മറ്റൊരു ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന കാരണമാണ് ഈ രോഗാവസ്ഥ ഉണ്ടാവുന്നത്. അതുപോലെ ഹൃദയാഘാതം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. ഈ പുകവലി മൂലം മസ്തിഷ്കത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് പക്ഷാഘാതവും നിക്കോട്ടിനോടുള്ള വിധേയത്വം എന്ന് പറയുന്നത്. അതുപോലെ പുകവലി മൂലമുണ്ടാകുന്ന രോഗമാണ് ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ എന്നിവയെല്ലാം. അതിപ്പോൾ ശ്വാസകോശ രോഗങ്ങൾ ചോദിച്ചാൽ ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ എന്നിവയെല്ലാം അതിനൊരു ഉദാഹരണമാണ്. ഇനി നമ്മുടെ ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി SCRT ടെക്സ്റ്റ് ബുക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ജീവകങ്ങളും അതുപോലെ വിറ്റാമിൻസ് ഒന്നും ഇല്ലാതാകുമ്പോൾ വരുന്ന രോഗങ്ങളെന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നമുക്ക് നിശാന്തതയും സിറോപ്താൽമിയം എല്ലാം ഉണ്ടാകുന്നത്. വിറ്റാമിൻ B1 കുറവ് മൂലമാണ് ബെറിബറി ഉണ്ടാകുന്നത്. B3 കുറവാണ് പെല്ലഗ്രയ്ക്ക് കാരണം. വിറ്റാമിൻ B12 കുറവാണ് പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണം. വിറ്റാമിൻ സിയുടെ കുറവാണ് സ്കർവിക്ക് കാരണം. വിറ്റാമിൻ ഡിയുടെ കുറവാണ് കണയ്ക്ക് കാരണം. ഇനി വിറ്റാമിൻ ഇയുടെ കുറവ് എന്താണ്? വന്ധ്യത ഉണ്ടാക്കുന്നു. വിറ്റാമിൻ കെയുടെ കുറവാണ് രക്തസ്രാവത്തിന് കാരണമാകുന്നത്. വിറ്റാമിൻസിനെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും ജലത്തിൽ ലയിക്കുന്നവ എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് A, D, E, K എന്ന് പറയുന്നത്. ജലത്തിൽ ലയിക്കുന്നവയാണ് Bയും Cയും. അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടതാണ് ജീവകം A എന്ന് പറയുന്നത്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടതാണ് വിറ്റാമിൻ A എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. വിറ്റാമിൻ എ നമുക്ക് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ SCRT ചാപ്റ്റേഴ്സിൽ എടുത്തതാണ്. പിന്നെ ഇതൊരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് ഞാൻ അതിൽ പറയുന്നില്ല. അപ്പോൾ വിറ്റാമിൻ എ സംഭരിക്കുന്ന ശരീരഭാഗമാണ് കരൾ എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ ബി പ്രധാനമായി കാണപ്പെടുന്നത് എവിടെയാണ്? ധാന്യങ്ങളുടെ തവിട്ടിലും മുട്ടയിലും പാലിലും ചേമ്പിലയിലും ഒക്കെയാണ് വിറ്റാമിൻ ബി കാണപ്പെടുന്നത്. ഇനി വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നത് എന്താണ്? റൈബോഫ്ലാവിൻ ആണ് വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നത്. അത് വിറ്റാമിൻ B2 ആണ് വിറ്റാമിൻ ജി എന്നറിയപ്പെടുന്നത്. ഇനി വിറ്റാമിൻ H എന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ B7 ആണ്. ബയോട്ടിൻ ആണ് വിറ്റാമിൻ H എന്നറിയപ്പെടുന്നത്. B12 എന്തടങ്ങിയിരിക്കുന്നത്? കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നത്. ഇനി കൃത്രിമമായി ആദ്യമായി നിർമ്മിച്ചത് വിറ്റാമിൻ സി ആണ്. ഇവ ത്വക്ക്, പല്ല്, മോണ എന്നിവയ്ക്കാണ് ആവശ്യമായ വിറ്റാമിനാണിത്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പഴം, നെല്ലിക്ക, മുരിങ്ങയില അതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലും എല്ലാം എന്തടങ്ങിയിട്ടുണ്ട്? വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇനി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. അതുപോലെ വിറ്റാമിൻ ഡി കാണപ്പെടുന്നത് എവിടെയാണ്? മുട്ടയിലും പാലുൽപ്പന്നങ്ങളിലും എല്ലാം കാണപ്പെടുന്നു. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഇവ അത്യാവശ്യമാണ്. വിറ്റാമിൻ ഡി ആണ് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത്. ഇനി വിറ്റാമിൻ ഇ എന്തിനു വേണ്ടിയിട്ടാണ്? നാടുകളുടെയും ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് വേണ്ടത്? വിറ്റാമിൻ ഇ വേണ്ടത്. ഇത് കാണപ്പെടുന്നത് സസ്യ എണ്ണകളിലാണ്.
മുറിവുകളിലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ എന്നറിയപ്പെടുന്നത്. അത് കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിലെല്ലാം കാണപ്പെടുന്നു. നമ്മുടെ ശരീരത്തിൽ കൂടിയ അളവിൽ ശരീരത്തിന് ആവശ്യമായ ധാതുക്കളാണ് കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം എന്നിവയെല്ലാം. വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് എന്ത് മതി? കോപ്പറും അയണും സിങ്കും അയഡിനും ഒക്കെ മതി. നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹമാണ് ഇരുമ്പ് എന്ന് പറയുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും അതുപോലെ പേശികളുടെയും നാടുകളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായതാണ് കാൽസ്യവും അതുപോലെ ഫോസ്ഫറസും. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് ആരാണ്? അത് സോഡിയമാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമായ ധാതു ഏതാണ്? അത് അയഡിനാണ്. ഇരുമ്പിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. വിളർച്ച, രക്തക്കുറവ് എന്നിവയെല്ലാം അനീമിയയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അയഡിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്ററാണ് അയഡിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. തൊണ്ടമുഴയാണ് ഗോയിറ്ററിൻ്റെ ലക്ഷണമായി വരുന്നത്. പ്രോട്ടീൻ്റെ അഭാവം മൂലമാണ് എന്തുണ്ടാകുന്നത്? കോശിയോർക്ക ഉണ്ടാകുന്നത് പ്രോട്ടീൻ്റെ അഭാവം മൂലമാണ്. പിന്നെ ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നതും മലമ്പനി തന്നെയാണ്. ലോക്ക് ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ഹാൻസൻസ് രോഗം കുഷ്ഠമാണ്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന എലിപ്പനിയാണ്. 7 ഡേ ഫീവർ എന്നറിയപ്പെടുന്നതും എലിപ്പനി തന്നെയാണ്. ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറയാണ്. നമ്മൾ ഈ ക്ലാസ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം അത്യാവശ്യമായ കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള പുതിയ ക്ലാസ്സുമായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.